വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഒക്ടോബർ മാസം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് പതിവ് പോലെ ഉച്ചവരെ ക്ലാസ്സുകൾ നടന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞതോടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരാതെയായി. റോഡിനോട് ചേർന്നുള്ള സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ട് റോഡിലെ വാഹനങ്ങളുടെ ബഹളങ്ങൾ ഞങ്ങൾക്ക് പരിചിതമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം റോഡിൽ വാഹനങ്ങൾ കുറവുള്ളതായി തോന്നി. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ സംഭവിച്ചതുപോലെയുള്ള ഒരു അന്തരീക്ഷം. ഞങ്ങൾ കുട്ടികൾ ഞങ്ങളുടെ പതിവ് കളികളുമായി മുൻപോട്ടു പോകുമ്പോഴേക്കും അങ്ങ് ദൂരെ ഡൽഹിയിൽ അത് സംഭവിച്ചിരുന്നു. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു. നമ്പർ 1 സഫ്ദർജംഗ് റോഡിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വന്തം അംഗരക്ഷകരിലൊരാളുടെ വെടിയേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്ദിരാ പ്രിയദർശിനി കഥാവശേഷയായി. അതെ, ഇന്ദിരാഗാന്ധി, രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി, സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. 1984 ഒക്ടോബർ 31 തീയതി ഉച്ചയ്ക്ക് 2 മണിയോടെ അവർ അന്തരിച്ചു. ഇന്നത്തെ പോലെയുള്ള കാലമല്ലല്ലോ. വാർത്ത സ്ഥിരീകരിക്കാൻ ഏറെ സമയമെടുത്തു. ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ മാതാപിതാക്കൾ എത്തിക്കൊണ്ടിരുന്നു. എൻ്റെ അമ്മയും എന്നെയും സഹോദരങ്ങളെയും വിളിക്കാനെത്തി. ഇന്ദിരാഗാന്ധി മരിച്ചുപോയി എന്ന് അമ്മ പറഞ്ഞു. അമ്മ കരയുകയായിരുന്നു. ഇന്ദിരാഗാന്ധി മരിച്ചതിന് അമ്മ എന്തിനാണ് കരയുന്നതെന്ന് അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ചോദിക്കാനുള്ള ഒരു അന്തരീക്ഷമായി തോന്നിയില്ല. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുപോയി. പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു എൻ്റെ അമ്മയുൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം കുടുംബത്തിലെ വേർപാട് പോലെ കരഞ്ഞതെന്തിനാണെന്ന് മനസ്സിലാക്കുവാൻ. ഈ അടുത്തയിടെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷിക സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് അന്ന് കരഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അമ്മ പറഞ്ഞു, ഓർക്കുന്നുണ്ട്, നന്നായി ഓർക്കുന്നുണ്ട്. അതൊരു ഷോക്കായിരുന്നു. അത്രത്തോളം ഹൃദയബന്ധമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളായിരുന്നു ഇന്ദിരയും രാജീവുമൊക്കെ. അത് ശരിയാണ്. ഒരു കാലത്ത് രാഷ്ട്രീയത്തിനപ്പുറം എന്തുകൊണ്ടോ അവരെ ആളുകൾ സ്നേഹിച്ചിരുന്നു. വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ആളുകൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സ്നേഹിച്ചിരുന്നു, അവരെ ബഹുമാനിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയായത്? ഒരുപക്ഷെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ? അതോ ആൺമേൽക്കോയ്മ നിലനിന്നിരുന്ന കാലത്തെ ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നതുകൊണ്ടാണോ? കാരണങ്ങൾ പലതുമാവാം. ഒരു കാര്യത്തിൽ സംശയമേതുമില്ല. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ മാത്രം അവർ വായിച്ചറിഞ്ഞ കാര്യങ്ങളിലൂടെ ഉണ്ടായ ഒരു ഹൃദയബന്ധം ആയിരുന്നിരിക്കാം. അക്കാലത്തെ തലയെടുപ്പുള്ള ലോക നേതാക്കന്മാർക്കൊപ്പം തന്നെയായിരുന്നു അവരുടെ സ്ഥാനം. ഒരു പക്ഷേ ബ്രിട്ടനിലെ മാർഗരറ്റ് താച്ചർ പോലെയുള്ള ശക്തരായ രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ബംഗ്ലാദേശിൻ്റെ വിമോചനമായിരിക്കും അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത്. ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. കിഴക്കൻ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ആർമി ക്രൂരമായ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരുന്ന സമയം ബംഗാൾസ് ബുച്ചർ, അല്ലെങ്കിൽ ബംഗാളിൻ്റെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജനറൽ ടീക്ക ഖാൻ നടത്തിയിരുന്ന ജനാധിപത്യ ധ്വംസനം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഒഴുകിക്കൊണ്ടിരുന്നു. ഇന്ത്യ നിരന്തരം അന്താരാഷ്ട്ര സമൂഹത്തോട് ഈ ജനാധിപത്യ ധ്വംസനത്തിൽ ഇടപെടാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരും ഇടപെട്ടില്ല. പിന്നെ ഇന്ത്യ ആരെയും കാത്തുനിന്നില്ല. 1971 മാർച്ച് 27 തങ്ങളുടെ പൂർണ്ണ പിന്തുണ കിഴക്കൻ പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ പോരാളികൾക്ക് പ്രഖ്യാപിച്ചു. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയത് ഇന്ദിരയുടെ അസാധാരണമായ നേതൃത്വ പാടവത്തിൻ്റെയും ധീരമായ തീരുമാനങ്ങളുടെയും പരിണിത ഫലങ്ങളായിരുന്നു. ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഉറച്ചതും ധീരമായതുമായ തീരുമാനം.
പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സൈനിക നടപടി തുടങ്ങുവാനും തീരുമാനിച്ചു. കിഴക്കൻ പാകിസ്ഥാൻ അനുകൂല സൈനികരും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മുക്തി ബാഹിനി എന്നറിയപ്പെട്ടിരുന്ന സേനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നൽകുവാനും തുടങ്ങി. ഇതിനിടയിൽ 1971 ഡിസംബർ മാസം പാകിസ്ഥാൻ എയർഫോഴ്സ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം തൊടുത്തു. ഇത് ഗുരുതരമായ പ്രത്യാക്രമണങ്ങൾക്ക് കാരണമായ ഒരു തുടക്കമായി മാറി. ഇതോടെ ഇന്ത്യൻ സൈന്യവും മുക്തി ബാഹിനിയും ഈസ്റ്റ് പാകിസ്ഥാൻ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയെ പ്രതിരോധിക്കുവാൻ കഴിയാതെ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങി. കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാൾ വംശജർ ഇന്ത്യൻ സൈന്യത്തിന് വഴിയിൽ കാത്തുനിന്ന് പുഷ്പങ്ങൾ എറിഞ്ഞു. 1971 ഡിസംബർ 16 ലോക ഭൂപടത്തിൽ മറ്റൊരു പുതിയ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ തെളിഞ്ഞു തുടങ്ങി. അങ്ങനെ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം സ്ഥാപിതമായി. ഇന്ത്യയിൽ ഇന്ദിര കോടിക്കണക്കിന് ജനങ്ങളുടെ അഭിമാനമായി. എല്ലാ മനുഷ്യരെയും പോലെ ചില തീരുമാനങ്ങൾ തെറ്റായും മാറി. 1975 അടിയന്തരാവസ്ഥ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറി. ഒരു പക്ഷേ ഇന്ദിരയെ സ്നേഹിച്ചവർ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന 2 വർഷങ്ങൾ. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയും കോൺഗ്രസ് പാർട്ടിയും കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും തകർന്നടിഞ്ഞു. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തായ ഇന്ദിരയെ അടുത്ത സുഹൃത്തുക്കൾ വരെ കൈയൊഴിഞ്ഞു. പക്ഷേ 1980 തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവ് നടത്തി അവർ വീണ്ടും പ്രധാനമന്ത്രിയായി. പഞ്ചാബിലെ ചില രാഷ്ട്രീയ ഇടപെടലുകളും തീരുമാനങ്ങളും സിഖുകാരിലെ ഒരു വിഭാഗത്തിന്റെ അപ്രീതിക്കും ശത്രുതയ്ക്കും കാരണമായി. ഭിന്ദ്രൻവാലയും ഭീകരസംഘത്തെയും നിർവീര്യമാക്കുവാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടി സുവർണക്ഷേത്രത്തിലേക്ക് കടന്നു കയറുകയും പിന്നീട് അവരുടെ ജീവനെടുക്കുവാൻ തൻ്റെ സ്വന്തം അംഗരക്ഷകരെ പ്രേരിപ്പിക്കുന്നതുവരെയുള്ള കാരണങ്ങളായി മാറി. രാഷ്ട്രീയ തീരുമാനങ്ങളിലെ ചിലത് മാറ്റി നിർത്തി തന്നെ പറയട്ടെ, അസാമാന്യ വ്യക്തിത്വത്തിനുടമയായിരുന്നു അവർ. പട്ടിണിപ്പാവങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു രാജ്യത്തെ അവർ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു. പിൽക്കാലത്ത് ചരിത്രമായ പല ശ്രദ്ധേയമായ തീരുമാനങ്ങളും ഇന്ദിരയുടെ കാലത്ത് ഉണ്ടായി. ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഇൻഷുറൻസ് മേഖലയുടെയും കോൾ പാടങ്ങളുടെയും ദേശസാൽക്കരണം, രാജ്യത്ത് സോഷ്യലിസ്റ്റ് രീതിയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തുവാനുള്ള ശക്തമായ നടപടികൾ, ഇതൊക്കെ പിന്നീട് ചരിത്രമായ തീരുമാനങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി കാറുകൾ വികസിപ്പിച്ചെടുക്കണമെന്നുദ്ദേശിച്ച് സഞ്ജയ് ഗാന്ധി സ്ഥാപിച്ച മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗവൺമെൻറ് ഏറ്റെടുത്തു. സുസുക്കിയുമായി ചേർന്ന് സാധാരണക്കാരുടെ യാത്രാവാഹനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഹരിത വിപ്ലവം രാജ്യത്തെ ഭക്ഷ്യസുരക്ഷമാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായി. ധീരമായ മറ്റൊരു തീരുമാനമായിരുന്നു പൊക്രാനിലെ ആണവ പരീക്ഷണം. 1972 സെപ്റ്റംബർ 7 നടന്ന ആണവ പരീക്ഷണങ്ങൾ യുണൈറ്റഡ് നേഷൻസിലെ രക്ഷാസമിതിയിൽ അംഗമല്ലാത്ത ഒരു രാജ്യം ആദ്യമായി ആണവ ക്ലബിലെ അംഗമായി മാറിയ ധീരമായ തീരുമാനമായി. ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷം അജയ്യയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവരോടൊപ്പമുള്ള കുറച്ചുപേരും മാത്രം അറിഞ്ഞ ആണവ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാനമായി മാറി. വ്യക്തിജീവിതത്തിൽ സമയപരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ അവർ അമ്മയായും മുത്തശ്ശിയായുമൊക്കെ അവരുടെ ജീവിതം ഭംഗിയായി തന്നെ നിറവേറ്റി. ഒന്നോർക്കുമ്പോൾ അക്കാലത്തെ ഒരു സ്റ്റൈൽ ഐക്കൺ തന്നെയായിരുന്നു അവർ. കറുത്ത മുടിയിലെ ഒരു ഭാഗത്തെ മാത്രം നരയും മുത്തുകൾ കൊണ്ടുള്ള മാലയും അവരുടെ വ്യത്യസ്ത നിറങ്ങളിലെ സാരികളുമൊക്കെ അവരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടി. രാമായണവും മഹാഭാരതവും ഇഷ്ടപ്പെട്ടിരുന്ന ഓസ്കാർ വൈൽഡ്, വിക്ടർ ഹ്യൂഗോ, ടാഗോർ തുടങ്ങിയ എഴുത്തുകാരെ വായിച്ചിരുന്ന തികഞ്ഞ ഒരു പുസ്തകപ്രേമി കൂടിയായിരുന്നു അവർ. രാഷ്ട്രീയം മാറ്റി നിർത്തി തന്നെ പറയാം, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരിയായിരുന്നു അവർ. ശരിതെറ്റുകൾക്കപ്പുറം മരിക്കുന്നതുവരെ അവർ അത് തെളിയിക്കുകയും ചെയ്തു. ഒരേ സമയം കുലീനയും ധൈര്യശാലിയും എതിർക്കുന്നവർക്ക് വിനാശകാരിയുമായിരുന്നു അവർ എന്ന് അവരുടെ ദീർഘകാല സുഹൃത്തും ജീവചരിത്രകാരിയുമായ പുപുൽ ജേക്കർ ഓർക്കുന്നു.
1982 ലണ്ടനിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ലണ്ടൻ ഫിലാർമോണിക് ഓർക്കസ്ട്ര ഇന്ത്യയുടെ ദേശീയഗാനം അവതരിപ്പിച്ചപ്പോൾ പ്രിൻസ് ഓഫ് വെയിൽസിനൊപ്പം നിന്ന ഇന്ദിരയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതായി പുപുൽ ജയ്ക്കർ തന്നെ പറയുന്നുണ്ട്. അചഞ്ചലയായ ദേശസ്നേഹിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. മരിക്കുന്നതിനു മുമ്പ് അവർ തലേ ദിവസം ഒറീസയിൽ സംസാരിച്ചത് ഇങ്ങനെയാണ്. कि मैं जीवित रहूं या नहीं रहूं, मेरी लंबी उम्र रही है और मैं ये इस पर मुझे अगर गौरव किसी चीज पर है तो इस पे है कि सारा जीवन मेरा सेवा में गया, केवल इसके गौरव है और किसी चीज नहीं. और जब तक मुझ में सांस है तब तक सेवा ही में जाए, और जब मेरी जान जाएगी तो मैं कह सकती हूँ कि एक एक खून का खतरा जितना मेरा है वो एक एक खून एक भारत को जीवित करेगा, भारत को मजबूती देगा. ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ നാളെ ജീവനോടെ ഉണ്ടാകുമോ എന്നറിയില്ല. എൻ്റെ അവസാന ശ്വാസം വരെ ഈ രാജ്യത്തിനായി പൊരുതും. എൻ്റെ ഓരോ തുള്ളി രക്തവും ഞാൻ അതിനായി ചൊരിയും. ഇതായിരുന്നു അവർ പറഞ്ഞത്. ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്തിനോവ് ഒരു ഐറിഷ് ടെലിവിഷന് വേണ്ടി തയ്യാറാക്കാനിരുന്ന ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണത്തിനായി തയ്യാറെടുത്ത് 1984 ഒക്ടോബർ 31 ഡൽഹിയിലെ അവരുടെ വസതിയിലെ ഗാർഡനിലൂടെ നടന്നുവരവെ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് അവർ വീണു. അന്ന് വൈകുന്നേരം എൻ്റെ നാട്ടിലെ മുനിസിപ്പൽ ഓഫീസിലെ സൈറൻ ദുഃഖം ആചരിക്കുവാനായി 3 പ്രാവശ്യം മുഴങ്ങി. എൻ്റെ അമ്മയുൾപ്പെടെയുള്ള കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ ദീപ്തമായ ഒരു ഓർമ്മയായി ഇന്ത്യയുടെ ഇന്ദിരാ പ്രിയദർശിനി ഇന്നും അവരുടെ മനസ്സുകളിൽ ജീവിക്കുന്നു.